നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ചേണി ചേച്ചി, ചായ ആയെങ്കിൽ ഈ പാത്രത്തിലേക്ക് പകർന്നു വെച്ചോ. ശരി മോളെ. കുറച്ച് വിത്തൗട്ട് എടുത്തോ. അശ്വതി, എല്ലാം റെഡിയല്ലേ? ചായ ഇപ്പൊ ആവും. ഭക്ഷണം എപ്പോ വരുമെന്ന് ചോദിച്ചോ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി മോളെ. അവനോടൊന്ന് ചോദിച്ചിട്ട് വരാമേ. അതൊക്കെ എടുക്ക് മോനെ, കാറ്ററിംഗുകാർ വന്നോടാ? വിളിച്ചു. അവരൊക്കെ കൃത്യസമയത്തിന് ഇവിടെ എത്തിക്കോളും. അമ്മ ഇവിടെ നിന്ന് കറങ്ങാതെ പുറത്തേക്ക് വാ. നമ്മുടെ റിലേറ്റീവ്സ് ഓരോരുത്തരായി വന്നു തുടങ്ങി. ഒരു സെക്കൻഡ്, വരാം. അതെ മോളെ അശ്വതി, നീ അടുക്കളയിലെ കാര്യം നോക്ക്. ആദ്യം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ചായ വരുമല്ലോ, അപ്പൊ അത് കൊടുക്കാം. അമ്മ ചെല്ലേ, ഞാൻ നോക്കിക്കോളാം. ശരി വാ. വാടാ. ആരൊക്കെ വന്നടാ മോനെ? അവരൊക്കെ എവിടെ ഉണ്ട്? വാ. ഇരിക്കുന്നടാ. അതെ, ശ്രേയയുടെ ബന്ധുക്കളൊക്കെ ഇപ്പൊ എത്തും. മൂഷട്ട സ്വഭാവം കാണിച്ചിരിക്കാതെ അവരോടൊന്നും മര്യാദക്ക് പെരുമാറണം. നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് പെണ്ണു വീട്ടുകാരാണേ. അരവിന്ദിന്റെ വീട് കാണാനായിട്ടാണേ വരുന്നേ. അത് ഓർമ്മ വേണം. ചേച്ചി, വാ. എന്തുണ്ട്? അവരൊക്കെ എപ്പോഴാ എത്തുന്നേ? ഇപ്പൊ എത്തും. അവരിപ്പൊ വിളിച്ചതേ ഉള്ളൂ. സന്ദീപ് സനൂപും വന്നില്ല. സന്ദീപിന് ഓഫീസിൽ തിരക്കിട്ട പണിയാ. സനൂപാണെങ്കിൽ പൂനെ പോയിരിക്കുക ഒരു ഇന്റർവ്യൂന്. ഞങ്ങള് വിചാരിച്ച അവരും വരുമെന്ന്. ആകാശേ, ശരി. ആകാശേ, സുഖല്ലേ? സുഖം. ചാരു, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായി. അയ്യോ, ഇത് ആര്? വരുന്നേ. ജയശ്രീ, വാ ഇരിക്കാം. വാ ഇരിക്കും. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാവേ. അച്ഛാ, ചാരു റെഡിയായില്ലേ? ചാരു പെട്ടെന്ന് റെഡി ആവണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. നടക്ക്. ചായ എടുക്കട്ടെ ബാലമാമേ? വേണ്ട മോളെ. വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ ശല്യങ്ങള്. അനുമോളെ മിണ്ടാതിരിക്കെ. ഇരിക്കെ. ഹേമേ, മാഷിനെ കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ അനിരുദ്ധന് അറിയാലോ. മാഷിന് ചെറിയൊരു എതിർപ്പുണ്ട്. അത് കാര്യാക്കണ്ട. കല്യാണം കഴിഞ്ഞ എല്ലാം ശരിയായിക്കോളും. നിങ്ങൾ സംസാരിക്കട്ടോ. നമസ്കാരം. അവരെത്തിയില്ലേ? ഇരിക്കെ, അവരൊക്കെ ഇപ്പൊ എത്തും. മാഷ് എന്തിയെ? അത് അതാണ് പഴയ തറവാട്ട്. ഈ കാണുന്നില്ല നമ്മുടെ ഒരു കുഴപ്പം. ദേ അവരെത്തി. വന്നട്ടെ പ്രസിഡന്റ്. ഹേമടത്തെ, എന്തോ പറയാനാ. നല്ലൊരു ദിവസമായിട്ട് റോഡ് കുത്തിക്കുറിച്ചിട്ടേക്ക് പൈപ്പിടാനാണ് പോലും. പിന്നെ വണ്ടി റോഡിലിട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വന്നു. അത് സ്ഥിരമുള്ളതല്ലേ? ഇതാ നമ്മുടെ മനസ്സിലായി. ഈ ആയിരപ്പുറത്തറവാടിന്റെ അവകാശിയാ. ആണോ? നമസ്കാരം. ഇത് ഹേമ, അരവിന്ദിന്റെ അമ്മയാ. നമസ്കാരം. ആയിരപ്പുറത്തറവാടിന്റെ അടുത്ത അവകാശി. നമസ്കാരം. ഇത് അശ്വതി, അരവിന്ദന്റെ പെങ്ങളാ. അതെയോ? പിന്നെ ഇത് ഭർത്താവ് രമേശ്. നമസ്കാരം. അടുത്ത തവണ ഇവിടത്തെ മെമ്പറാവാൻ പോവാണോ?
ഹേമടത്തി ഇത് ശ്രേയയുടെ ചിറ്റയെടുത്ത് തറവാട്ടുകാരാ. ഇത് മൂത്ത കാരണം ആ. അപ്പുക്കുട്ട മേനോൻ. ഓ ഓ, ഓ. ആ, ഇത് നാരായണൻകുട്ടി മേനോൻ. നമസ്കാരം. അളിയൻ. നമസ്കാരം. ഇത് ഭാര്യ ഇന്ദിര. പിന്നെ ഇത് റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ രാമേന്ദ്രൻ നായർ. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ആ. അയ്യോ വന്നാട്ടെ ചായ എടുക്കാം. ഓ. അശ്വതി വാ. ഹോ, ശരി, വാ, വാ, കേറ്. ആ, ആ, വാ. വരൂ വരൂ. ആ, വാ. ആ, വാ കേറി ആ, ഇരിക്ക്. അവിടെ ഇരിക്കുന്നേ, ഇരിക്കെ. ആ, അങ്ങോട്ട് ഇരി. ഇരുന്നാട്ടെ. ആ, അല്ല, ഇരിക്കെ. ബാലമാഷിനെ കണ്ടില്ലല്ലോ. ആ, ആ, അകത്തുണ്ട്. ആ, ഈ മരുമോന്റെ അച്ഛൻ ബാലമാഷിന്റെ കാര്യമാണ് ചോദിച്ചത്. ഒരു വകതിരില്ലാത്തവനാ. അല്ല, നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ? ഒരു അധ്യാപകനായിരുന്നിട്ടും കയ്യിലിരിപ്പ് ശരിയല്ല അല്ലേ? അതെ. എന്നാലും ബന്ധുവീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? ആ, അത് വേണം. അതെ ഞങ്ങളെ സംസാരിച്ച് നോക്കിയതാ. അദ്ദേഹം സമ്മതിക്കുന്നില്ല. ആ. പ്രസിഡന്റ് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കോ? ശ്രേയയുടെ ബന്ധുക്കളെല്ലാം സന്തോഷത്തോടെ ഈ വീട് കാണാൻ വന്നതല്ലേ. ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോവാൻ പറ. ഞങ്ങൾ പറയാം ഹേമേ. പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം. ആ. പാടോ. ആ വാ വാ കൊടുക്ക്. ഇങ്ങതാ. മാഷേ, മാഷിങ്ങനെ മാറിയെന്ന് എങ്ങനെ ശരിയാവും? പുറത്ത് ബന്ധുവീട്ടിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. താല്പര്യമില്ലാത്ത കാര്യത്തിൽ ഞാനെന്തിനാ മുന്നിൽ വന്ന് നിൽക്കുന്നത്? കരയോഗത്തിൽ വെച്ച് നമ്മളെല്ലാം സംസാരിച്ചതല്ലേ, ഇനി വാശി പിടിക്കണോ പക്ഷേ? വാശിയൊന്നുമല്ല. ബന്ധുക്കളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആർക്കൊരു ശല്യമാവാന്ന് മാറി നിന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ മാറിയിരിക്കാതെ അവിടെ വന്നിരുന്നൂടെ? അരവിന്ദന്റെ ഈ കല്യാണം മാഷിന് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ അവിടെ വന്നിരിക്കുന്നവരും മനുഷ്യരല്ലേ? മുഖത്ത് പോലും നോക്കാതിരുന്ന അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? മാഷിനെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാവോ? കല്യാണക്കാര്യം ആലോചിക്കണ്ട. അവരെല്ലാം മാഷിനെ കാണാമെന്ന പരിചയക്കാരാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ശരി, വരാം. ശാന്തപ്പ മാമ, വകതിരിവില്ലാത്തവനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ പ്രസിഡന്റിനെ സെക്രട്ടറിയെ കാണുന്നില്ലല്ലോ. അവര് കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് ഉറപ്പാ. 1500 പുള്ള ഇന്നലെ രാത്രി 2ന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തത്. അമ്മേ, അച്ഛൻ വന്നു. ഏ? അല്ല, പക്ഷേ ഈ വരവത്തിരി നേരത്തെ ആക്കായിരുന്നല്ലോ. ഇവിടെ വന്നിരിക്കുന്നേ സാധാരണക്കാരല്ല, ഹൈ സ്റ്റാറ്റസ് ഉള്ളവരാ. സ്വീകരിച്ചിരുത്താൻ താനും ഇവരെ കൊണ്ടല്ലോ. അയ്യോ, എനിക്കിവരെ സ്വീകരിച്ചിരുത്താൻ പറ്റില്ല. ഞാനേ പെണ്ണിന്റെ അച്ഛനാ. ഞങ്ങളെ സ്വീകരിക്കേണ്ടതേ നിങ്ങളെല്ലാരും ചേർന്നാ. അതെ, ഞാനിപ്പോ തെരുവിൽ തെണ്ടിത്തിരിഞ്ഞ് തുണിക്കച്ചവടം നടത്തുന്ന ഇവളുടെ തന്തയല്ല. ചീഫ് എഞ്ചിനീയറായ മകളുണ്ട് എനിക്ക്.